ഫ്രഞ്ച് അവന്യൂ ആംബർ എംപയർ. ഈ ഒരു പെർഫ്യൂം നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ റാൻഡമായിട്ട് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്താണ്, മെസ്സേജ് ഇട്ടതാണ്. ഈ പെർഫ്യൂം വാങ്ങണം, കിട്ടിലും പെർഫ്യൂമാണ്, ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് റിവ്യൂ നോക്കിയപ്പോൾ നമ്മുടെ ക്ലൈവ് ക്രിസ്റ്റ്യൻ്റെ ആംബർ തന്നെയാണോ, ആംബർ ബ്ലോണ്ടോ ഏതായിരുന്നത്, അതെ ബ്ലോണ്ട് ആംബർ, ആ ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ് ഫ്രഞ്ച് അവന്യൂടെ ആംബർ എംപയർ. അപ്പോൾ ആ ഒരു ക്ലൈവ് ക്രിസ്റ്റ്യൻ്റെ ആ ഒരു പെർഫ്യൂം അറൗണ്ട് 40,000-40,000 35,000-40,000 അടുപ്പിച്ച് വില വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ടുമില്ല. ഈ ഒരു പെർഫ്യൂം വാങ്ങി കുറേ ദിവസമായി, ഞാനതൊന്നും ട്രൈ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ യാദൃച്ഛമായിട്ട് പുതിയതെന്ത് ട്രൈ ചെയ്യാമെന്ന് കരുതി നോക്കി, ഇപ്പം ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഞാൻ ഈ പെർഫ്യൂം നിങ്ങൾ 3,500-ന് നല്ലൊരു പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു പെർഫ്യൂം വാങ്ങുക. 3,500 രൂപ അല്ല 3,800 രൂപയിൽ താഴെ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഡെയിലി എല്ലാ ദിവസവും ഉപയോഗിക്കണം. എവിടെ പോയാലും അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പക്ഷേ നിങ്ങൾ ഇത് 3,800 രൂപ ആണെങ്കിൽ കൂടിയും ഈ പെർഫ്യൂം അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അതിൻ്റെ കാരണം ഇത് അത്യാഡംബരമായിട്ടുള്ള ഒരു നീഷ് ബ്രാൻഡ് ക്ലൈവ് ക്രിസ്റ്റ്യൻ്റെ ഇൻസ്പയർഡ് പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു വില കൂടിയ ഒരു പെർഫ്യൂമിൻ്റെ DNA ഇതിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഒരു 35,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലക്ഷറി ഫീൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ പെർഫ്യൂമിന്റെ പ്രത്യേകത. ഇനി ഞാൻ വളരെ റാൻഡമായിട്ടാണ് അടിച്ചത്. ചുമ്മാ നമ്മളൊരു കവർ പൊട്ടിച്ചടിക്കത്തില്ലേ, ഇപ്പോൾ കുറേ പെർഫ്യൂം ഇരിപ്പുണ്ട്, കവർ പൊട്ടിച്ചടിച്ചു, അടിച്ചപ്പോൾ തന്നെ ഇത് വളരെ ഭയങ്കര മണമുണ്ടോ എന്ന് തോന്നൽ വന്നു. അതുപോലെ ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. പാക്കേജിങ് നല്ല പാക്കേജിങ്, അകത്തെ ബോട്ടിലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലൊരു ഡിപ്പിക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എഴുത്തും കാര്യങ്ങളും ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല കട്ടിയുള്ള പാക്കേജിങ് ആണ്. ബോട്ടിൽ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽ. ഈ ഒരു 3,800 രൂപയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു ക്വാളിറ്റി ക്യാപ്പ്, ബോട്ടിലിനേക്കാൾ ഭാരമുള്ള ക്യാപ്പ്, മെറ്റലാണ്, കട്ടിയുള്ള, ഇതുകൊണ്ട് എറിഞ്ഞാൽ ആളുടെ തല പൊട്ടും, അതുപോലെ ഭാരമുള്ള മെറ്റൽ ക്യാപ്പ് ഇവിടെ ഫ്രഞ്ച് അവന്യൂന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ബാച്ച് കോഡും കാര്യങ്ങളും ഇപ്പോൾ പെർഫ്യൂം ഇപ്പോൾ ഡിസൈനർ ഈ ക്ലോൺ ഹൗസിൻ്റെ ഒക്കെ പെർഫ്യൂമിൻ്റെ ബാച്ച് കോഡും കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസൈനർ പെർഫ്യൂം, നീഷ് പെർഫ്യൂം പോലെ തന്നെ ഒരു ഹോളോഗ്രാം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്, പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത് നല്ല കാര്യമാണത്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ മെയിൻ നോട്ടായിട്ട് ആംബർ വാനില, വാം, സ്പൈസി, വുഡി, മസ്കി, പൗഡറി, സ്വീറ്റ്, ആൽക്കഹോൾ, ഇതാണ് ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്, പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. ഇനി ടോപ്പ് നോട്ടിൽ വരുന്നത് ഓറിയന്റൽ നോട്ട്, ലിക്കർ, വാനില, കാശ്മീർ വുഡ്. മിഡിൽ നോട്ടിൽ ആംബർ, ഷുഗർ കെയിൻ, സീഡാർ വുഡ്. ബേസ് നോട്ടിൽ ടോഗ വീറ്റ്, സാൻഡൽവുഡ്, മസ്ക്, ലാബ്ഡനം. ഇതാണ് ഇതിൻ്റെ സെന്റ് പ്രൊഫൈൽ. ഇനി ഇതിൻ്റെ സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ഒരു സ്പ്രേ കൊണ്ട് ഒരു 2,000 സ്ക്വയർ ഫീറ്റ് മുറി മുഴുവനും ഈ മണം നിറയ്ക്കും. ഒരു സ്പ്രേ മതി. അയ്യോ എന്തൊരു മണം, അടിപൊളി മണം. ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 3,800 രൂപയുടെ സാധനമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഇത് എയറിൽ കിട്ടുന്ന മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണം. അതായത് ഞാൻ 15,000 രൂപയുടെ പെർഫ്യൂം, ഇത് ഫ്രഞ്ച് അവന്യൂ സമ്മതിച്ചു കൊടുത്ത് പറ്റും. ഇങ്ങനെയുള്ള പെർഫ്യൂമൊക്കെ ഇത് സെലക്ട് ചെയ്ത് ഇത്തരം പെർഫ്യൂമൊക്കെ നല്ല ക്വാളിറ്റിയിൽ സാധാരണക്കാർക്ക് ഇറക്കുന്നത്, അത് നമ്മളത് പറഞ്ഞേ പറ്റും. അതുപോലെ ക്വാളിറ്റി ഉള്ള ഒരു പെർഫ്യൂം. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം, സിന്തറ്റിക് ആണ്. പക്ഷെ സിന്തറ്റിക് ആണെങ്കിൽ കൂടിയും നമ്മളെ കൺവിൻസ് ചെയ്യണം, അത് വാങ്ങാൻ പ്രേരിപ്പിക്കണം, മണത്തിന് ക്വാളിറ്റി ഉണ്ടാവണം. പലപ്പോഴും സിന്തറ്റിക് പെർഫ്യൂമിനാണ് നല്ല മണമുള്ളത്. അപ്പോൾ സിന്തറ്റിക് ആണെങ്കിൽ കൂടിയും നമുക്ക് ഈ മണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സിന്തറ്റിക് ആണെന്നുള്ള കാര്യം മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മണം ഭീകര ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്മെല്ല്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം, നിങ്ങൾ വാങ്ങിയേ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞു 3,800 രൂപ താഴെ പെർഫ്യൂം വാങ്ങാൻ നിൽക്കുന്നവർ ഡെയിലി യൂസിന്, രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ, ഫ്രഷ്, ഓറിയന്റൽ, ലൈറ്റ്, പൗഡറി, സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂം. ഇതിന്റെ മണം നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് തരാം. അതെങ്ങനെയാണ് ഇതിന്റെ മണം, ഇതിന് കിട്ടുന്ന ഫീൽ പറഞ്ഞുതരാം. നിങ്ങൾ സ്പെയിനിലെ ഏറ്റവും പോഷ് ഏരിയയിൽ നിങ്ങളൊരു 7 സ്റ്റാർ ഹോട്ടലിൽ മുറി എടുത്തു. ഒരു ദിവസത്തെ വാടക 10 ലക്ഷമാണെന്ന് കൂട്ടിക്കും. നിങ്ങളുടെ മുറി അത്യാഡംബരം കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഒരു മുറി. ആ മുറിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ ലോകത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ലൂയി വിറ്റോ, ഗുച്ചി, വെർസാച്ചെ, ഈസനഹോം ഇതുപോലുള്ള ബ്രാൻഡുകളുടെ സോഫകളും അതുപോലുള്ള ബ്രാൻഡുകളുടെ തുകൽ ഉൽപ്പന്നങ്ങളും ബെഡും ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ്, ഹെർമസിന്റെ ഹാൻഡ് വാഷ് നമ്മൾ കൂട്ടിക്കും. സോപ്പ് തൊട്ട് എല്ലാം നീഷ്, സോപ്പൊക്കെ ക്രീഡിന്റെ സോപ്പ്, അല്ലെങ്കിൽ LVയുടെ ഫേസ് വാഷ്, അതുപോലെ എല്ലാ ആഡംബരം തുടർന്നിടത്തെല്ലാം ഒരു 2-3 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. വലിയൊരു അത്യാഡംബരം തുളുമ്പി നിൽക്കുന്നത് ലക്ഷൂറീസ് ആയിട്ടുള്ള ഒരു മുറി. ആ മുറിയിൽ നിങ്ങൾ കതക് തുറന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടാവുമല്ലോ. നിങ്ങൾ 10 ലക്ഷം രൂപ മുടക്കുമ്പോൾ അതിനുള്ള ഒരു മണം അവിടെ ഉണ്ടാവണം, അല്ലെ? ആ ഒരു ക്വാളിറ്റി സ്മെൽ ഉണ്ടാവണം. അതാണ് ഈ പെർഫ്യൂമിൽ ചേർത്തിരിക്കുന്ന ഒരു മണത്തിന്റെ ഒരു പ്രത്യേകത. ക്വാളിറ്റിയുള്ള ആംബറാണ് ചേർത്തിരിക്കുന്നത്.
അതാണ് ഇതിന്റെ മണം. ജ്യൂസിന്റെ കാര്യമല്ല പറയുന്നത്, മണം. നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ അതുപോലെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു 10 ലക്ഷം രൂപ ഒരു ദിവസം വാടക ഡെയിലി. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നത്, രാത്രി ഒന്ന് ഉറങ്ങുന്നതിന് 10 ലക്ഷം രൂപ ഉള്ള ഒരു മുറി, അത് സങ്കല്പിച്ചാൽ മതി. ഓപ്പണിങ്ങിൽ ചെറുതായിട്ട് ഒരു സ്പൈസിനെസ് വന്നിട്ട് പിന്നെ ഒരു പൗഡറി ക്ലീൻ ഫ്രഷ് പൗഡറിയാണ്. അതായത് പ്രാഡാലോം ഇൻറ്റൻസിനെ പലതവണ കാച്ചി കുറുക്കി അതിന്റെ എക്സ്ട്രേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടാവല്ലോ. അതായത് പ്രാഡാലോം ജ്യൂസ് ഒരു ബെഞ്ച് പ്രസ്സിൽ വെച്ചിട്ട് അത് അടിച്ച് ചതച്ച് അതിൽ നിന്നൊരു സത്തിറങ്ങില്ലേ, അത് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു മണമാണ് ഇതിന്റെ മണം. പ്രാഡാലോം ഇൻറ്റൻസ് ഇഷ്ടപ്പെട്ടോ? രസാസി ആൽബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലുള്ള ഒരു പൗഡറി ഫ്രഷ് ക്ലീൻ ലക്ഷൂറീസ് സ്മെല്ലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിൽ ആംബറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാഡാലോമിൽ ചേർത്തിരിക്കുന്ന പോലുള്ള ഒരു ഐറിസിന്റെ മണമാണ് ഇവിടെ ആംബറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എവിടെയോ ഒരു പെപ്പർ മിന്റിന്റെ നോട്ട് ഒന്നും എടുത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇവിടെ മിന്റിന്റെ മണം ഏറെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ബോഡിയിൽ അടിച്ചിട്ടില്ല, നിങ്ങൾ വീഡിയോ കണ്ടോ, ഞാൻ ബോഡിയിൽ അടിച്ചിട്ടില്ല. പക്ഷേ ഈ മണം ഞാൻ അടിച്ചതുപോലെ തന്നെ എന്റെ മുറി മുഴുവൻ നിൽക്കുകയാണ് ഈ മണം. ഇനി കതക് തുറന്നാൽ മാത്രമേ ഈ മണം പോകൂ. ഇതാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വാങ്ങണം, ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം. ക്വാളിറ്റി ഉള്ള പെർഫ്യൂമാണ്. സിന്തറ്റിക് ആണെങ്കിൽ കൂടിയും നിങ്ങൾ 3800 രൂപ മുടക്കുമ്പോൾ ആ പൈസ വെറുതെ ആവില്ല. കോംപ്ലിമെന്റ് കിട്ടും, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. നിങ്ങൾ എഴുതി വെക്കുക, കോംപ്ലിമെന്റ് കിട്ടും. നിങ്ങൾ 8 സ്പ്രേ അടിച്ചിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുടെ മുമ്പിൽ പോയി നിൽക്കുക, അവർ ഉറപ്പായിട്ടും ചോദിക്കും, കാരണം ഏത് പെർഫ്യൂം അടിച്ചേക്കുന്ന ഉറപ്പായിട്ടും ചോദിക്കും. ആത്മാർത്ഥത്തോടും പറയുക. ഞാനത് പറയാൻ കാരണം ഈ സാധാരണക്കാർക്ക് അവർക്ക് നമുക്ക് ഇതുപോലുള്ള പെർഫ്യൂം കൊടുത്ത് അവരത് വാങ്ങി അവരുടെ കോംപ്ലിമെന്റ് കിട്ടിയ കാര്യം കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. സോ നിങ്ങൾക്കുള്ള പെർഫ്യൂമാണത്. ഇനി നിങ്ങൾ നീഷ് പെർഫ്യൂം കളക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസൈനർ പെർഫ്യൂം കളക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ വില കൂടിയ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്, അത് അതേപോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ഒറിജിനൽ ക്ലൈപ്രഷൻ ബ്ലോണ്ട് ആംബർ ഉള്ള ഒരാൾ പറഞ്ഞത് ഈ സാധനം അതേപടി ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എങ്കിൽ കൂടിയും വർത്തായിട്ടുള്ള പെർഫ്യൂം. ഇനി ഇതിന്റെ പെർഫോമൻസ്, കൈ കഴുകണം. ഫ്രഞ്ച് അവന്യൂവിന്റെ പെർഫ്യൂംസിന് നമ്മൾ പെർഫോമൻസ് എന്താണെന്ന് അവരെ പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമില്ല, അവരത് നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് സോളിഡ് ആയിട്ട് വസ്ത്രത്തിലാണെങ്കിൽ നമ്മൾ ഷർട്ടിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 12-14 മണിക്കൂർ നിൽക്കും. സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. പ്രൊജക്ഷൻ 4-5 മണിക്കൂർ തന്നെ ഇത് പ്രൊജക്ട് ചെയ്യും. 8 സ്പ്രേ അടിക്കുകയാണെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ ഇത് സ്ട്രോങ് ആയിട്ട് ഇത് പ്രൊജക്ട് ചെയ്യും. മണം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് നോസ്പ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ബാച്ചിന്റെ ആണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നില്ല, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇനി അടിക്കാൻ പറ്റിയ കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിലും ഇത് വർക്കൗട്ട് ആവും, ഏത് കാലാവസ്ഥയിലും. ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് അത്യാവശ്യം ടെമ്പറേച്ചർ അല്പം താഴ്ന്നു നിൽക്കുന്നത് കുറെ കൂടി നന്നായിട്ട് ഇത് മണം പുറത്തേക്ക് പോകും. കോംപ്ലിമെന്റ് കിട്ടാൻ മാത്രം ഞാനിത് പുറത്തോട്ട് അധികം പോയില്ല, പുറത്തോട്ട് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായില്ല, മഴ കാരണം പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് അന്യായ കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പോൾ 4000 രൂപയെ താഴെ നിങ്ങളൊരു സിഗ്നേച്ചർ പെർഫ്യൂം എല്ലാ ദിവസവും ഉപയോഗിക്കണം, ഓഫീസിൽ ഉപയോഗിക്കണം, പാർട്ടിയിൽ ഉപയോഗിക്കണം, കൂടുതൽ പെർഫ്യൂമിന് വേണ്ടി കൂടുതൽ പൈസ ഇറക്കാൻ താല്പര്യമില്ലാത്തവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ ഒരു പെർഫ്യൂം വാങ്ങുക. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. എൻ്റെ മൂക്കിനെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ പെർഫ്യൂമിന് വിലയിരുത്തരുത്. നിങ്ങളാണ് പൈസ മുടക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ, പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വാങ്ങണോ എന്ന് ഞാൻ പറയില്ല, വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിന്തറ്റിക് ആണെങ്കിൽ കൂടിയും ഇതിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം കിട്ടില്ല. ഇത്രയും നല്ലൊരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് നിങ്ങൾക്ക് കിട്ടില്ല. വാങ്ങണമെന്ന് ഞാൻ പറയില്ല, വാങ്ങിയില്ലെങ്കിൽ നഷ്ടം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.